ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ ഒരു കോഴിയെ നമ്മൾ അടവെച്ചായിരുന്നു കേട്ടോ. ഇന്ന് 21ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് കോഴി മുട്ട വിരിയുന്നതും കുഞ്ഞുങ്ങളെ എടുക്കുന്നതും അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കാണിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സന്തോഷമല്ലേ? കോഴി അടവെച്ച് കോഴി മുട്ട വിരിയുന്നു, കോഴി കുഞ്ഞ് വരുന്നു, അതിനെ നമ്മൾ വളർത്തുന്നു എന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ കോഴി മുട്ട അടവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 21ാമത്തെ ദിവസമാണ് ബാക്കിൽ കാണുന്ന കോഴിക്കോട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇന്ന് കോഴി, അമ്മ പറയുന്നതായിട്ട് രാവിലെ കോഴി കുഞ്ഞ് വിരിഞ്ഞ് തുടങ്ങിയെന്ന്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് പോയി നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ 100 സബ്സ്ക്രൈബറിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറ്റുന്നൊരു ഫുള്ളായിട്ട് കാണുക, മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ ഈ കാണുന്ന കോഴിക്കൂട്ടിൻ്റെ അകത്താണ് കേട്ടോ അട വെച്ചിരിക്കുന്നത്. നമ്മുടെ ലോങ് വീഡിയോ കണ്ടവർക്ക്, ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിരിക്കാം നമ്മൾ അട വെച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. കണ്ടോ ഗൈസ്, നമ്മുടെ തൊട്ടിക്കുഴിക്കകത്ത് എന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ കൂട് അടുക്കളയായിരുന്നു കേട്ടോ ഇത്. അപ്പം വാഷ് ബേസിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ടോ കോഴി? എന്തിന് ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. വിളിക്കുന്നുണ്ടോ? മുട്ടയുണ്ടോ ഗൈസ്? സ്റ്റാച്ചു ഗൈസ്, മുട്ടയില്ല കേട്ടോ, ചുമ്മാ ആയിരുന്നു വിളിക്കുന്നത്. എല്ലാം അഴുക്ക കോഴികളാണ് ഗൈസ്. കണ്ടോ, ഇതാണ് നമ്മൾ ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ഫുള്ള് ചെളിയാണ്. മഴ പെയ്യുന്ന ടൈമിൽ ഇവിടെ അടുക്കാനേ പറ്റത്തില്ല. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. നമ്മുടെ അണ്ണന്മാർ 4 പേരും, അയ്യോ എനിക്ക് കണക്കറിഞ്ഞു, ഇവിടെ 5 പേരും ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാം നല്ല ഹാപ്പിയാണ്. കൊടുക്കാൻ വേണ്ടി നിർത്തിയിരുന്നതാ, പക്ഷേ ഇപ്പോൾ കൊടുക്കാൻ താല്പര്യമില്ല. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നേരെ കോഴിക്കുഞ്ഞിൻ്റെ വിശേഷങ്ങളിലോട്ട് പോയിട്ട് വരാം കേട്ടോ. നമ്മുടെ ഈ അറയ്ക്കകത്ത്, അങ്ങ് അറ്റത്തിരിക്കുന്ന ഈ അറയ്ക്കകത്താണ് കോഴി ഇരിക്കുന്നത്. ഈ കോഴി വിളിക്കുന്നതുകൊണ്ട് സൗണ്ട് ക്വാളിറ്റി കാണത്തില്ല, എല്ലാവരും ചോദിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നോക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഈ കൂട്ടിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. എന്തായാലും അമ്മ വന്നാലും നടക്കത്തുള്ളൂ. നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. കോഴി ഇരിപ്പുണ്ട് കേട്ടോ. കൊത്തുവോന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം. അത് പെരുവയാണ് കണ്ടോ ഗൈസ്. ഇതാണ് നമ്മൾ അടവച്ചിരിക്കുന്ന കോഴി കേട്ടോ. ഇത് നാക്രി ടൈപ്പാണ്, എന്ന് വെച്ചാൽ കൊക്കി ടൈപ്പാണ്. എന്തായാലും നോക്കാം. കൊത്തുവോന്നറിയത്തില്ല, കൊത്തൂല കേട്ടോ ഗൈസ്, പാവമാണ്. നമ്മുടെ ഇതിൻ്റെ അടിയിൽ കോഴി കുഞ്ഞിരിപ്പുണ്ട് കണ്ടോ. നമുക്ക് എന്തായാലും അമ്മ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ അമ്മ വന്നു കേട്ടോ. അമ്മ വന്ന് കോഴിയെ നോക്കുകയാണ്, എങ്ങനെയാണ് സാഹചര്യമെന്ന്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണമെന്ന് കേട്ടാൽ ഈ കോഴിയെ പിടിച്ച് മാറ്റണം. എന്തായാലും എനിക്ക് നടക്കത്തില്ല വീഡിയോ എടുക്കുന്നത് കൊണ്ട്. അപ്പോൾ അമ്മ എന്തായാലും പിടിച്ച് മാറ്റിയാണ് കേട്ടോ. കണ്ടോ, പിടിച്ച് മാറ്റുന്ന അനുസരിച്ച് കോഴിക്കുഞ്ഞ് വരുന്നത് കണ്ടോ. ഇതൊക്കെയെന്ന് പറയുന്നത് എന്താണ്, മറ്റ് നമ്മൾ സന്തോഷം തേടി പോണേ കാട്ടിയും ഇതേ എന്താണ് പറയാൻ, ഇതൊക്കെയെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളാണ് കേട്ടോ. എന്താണ്, നല്ല എൻജോയ്മെൻറ്റ് ആസ്വദിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വരുമാനവും കിട്ടും, നല്ല സന്തോഷവും കിട്ടും, ഫുൾ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ എന്താണ്, വേറെ ജോലിക്കൊക്കെ പോണത് ശരിയാണ്, പക്ഷേ ഇതേപോലെയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ വരുമാനമാണെങ്കിലും നമുക്കൊരു സന്തോഷമല്ലേ. ഇതെല്ലാം ഇതിൽ 1-2 മുട്ട എന്തോ ചില്ല് പൊട്ടി ഇരിപ്പുണ്ട്, ബാക്കിയെല്ലാം പൊട്ടാതിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഫുള്ളെടുത്ത് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. ഇപ്പോൾ നമുക്ക് 6 കുഞ്ഞാണ് കേട്ടോ വിരിഞ്ഞ് കിടക്കുന്നത്. ഇതിൽ കൊക്കിയുണ്ട്, എന്ന് വെച്ചാൽ കഴുത്തിൽ മുടിയില്ലാത്ത, അതുപോലെ തന്നെ അല്ലാത്ത കോഴിക്കുഞ്ഞുണ്ട്. ഇത് നമ്മളെ വീട്ടിലുള്ള കോഴിമുട്ടയുണ്ട്. തൊട്ടപ്പുറത്തെ ഇവിടെയാണ് തൊഴുക്കൽ, എന്ന് വെച്ചാൽ ഒരു 2 കിലോമീറ്റർ മാറി ഒരു വീട്ടിലുള്ള കോഴിമുട്ടയുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ പിന്നീട് ശ്രദ്ധിച്ചത്, ഇതിൻ്റെ ഒരു കോഴിക്കുഞ്ഞിൻ്റെ കാലിൽ മുടിയുണ്ട്, എന്ന് വെച്ചാൽ ഫാൻസി കോഴി ടൈപ്പാണ്. ഇതിപ്പോൾ എന്താണെന്നറിയോ പിടിച്ച് മാറ്റണം. ഈ 3 കോഴിക്കുഞ്ഞിനെ നമ്മളിപ്പോൾ പിടിച്ച് മാറ്റി. ഇതെന്ന് വെച്ചാൽ നല്ല തൂവലൊക്കെ ഉണങ്ങിയിരിക്കുകയല്ലേ. ഇതിനെ പിടിച്ച് മാറ്റിയാലേ തള്ള ഇനി ബാക്കി 3നെയും നോക്കി ഈ 4 മുട്ടയും വിരിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മാറ്റിയിട്ട് ഇത്രയും നമ്മൾ ഒന്നേന്ന് എടുത്ത് വെച്ച് കൊടുക്കുന്നത്. അതാകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ചൂടും കിട്ടും, അതുപോലെ തന്നെ ബാക്കി മുട്ട സെറ്റാവുകയും ചെയ്യും. ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് 3 കോഴിക്കുഞ്ഞിനെ കിട്ടിയേട്ടാ. 3 കൂട്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അത് ഇപ്പം വിരിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3 ഇരിക്കുന്നുണ്ടോ. നമുക്കിതിനെ കൊണ്ടെവിടെയെങ്കിലും വെക്കണം. കയ്യിലും ചാടുന്നുണ്ടാണേ. കണ്ടോ ഗൈസ്, നിങ്ങൾ കോഴിക്കുഞ്ഞിനെ എന്താ ഭംഗിയല്ലേ കാണാൻ. നമ്മളെ വീഡിയോ കാണുന്നവരും ഇതേപോലെ കോഴി അടയിരുത്തി ഇതേപോലെ മുട്ട വിരിയിക്കുന്നവരൊക്കെ ആണെങ്കിലേ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ഉപകാരമായിരിക്കും, അതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷമായിരിക്കും.
ഇതെന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ് മൈൻഡ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം, എല്ലാ രീതിയിലും ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ 3 കുഞ്ചാ കിട്ടിയത്. ബാക്കി നമ്മളെ തള്ളക്കൊരു അടിയിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ തുടർന്നുള്ള ബാക്കി വിശേഷങ്ങളെല്ലാം നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.